பொம்பளைய நம்பி கெட்டு போனவங்க ரொம்ப, அந்த வரிசையில் நானும் இப்ப கடைசியில் நின்னேன். முத்தெடுக்க போனா உன் மூச்சடங்கு தன்னா, காதல் முத்தெடுத்த பின்னால் மனம் பித்தமாகும் பெண்ணால். அவ கைய விட்டு தாம் போயாச்சு, கண்ணு ரெண்டுமே பொய்யாச்சு. காதல் என்பது வீண் பேச்சு, மனம் ஒன்னாலே புண்ணா போச்சு. காதல் பாத கல்லு முள்ளுடா, அத கடந்து போன ஆளே இல்லடா. ഹായ്, എൻജോയ് ചെയ്യട്ടെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ഏഴാമരി മൂവിയിലെ അയ്യമ്മായമ്മ സോങ് ആണ്. അപ്പൊ നമ്മള് സീന് റിയാക്ഷൻ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ആ ഒരു കറക്റ്റ് ഒരു ചീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു മൊമെന്റിൽ തന്നെയാണ് ഈ സോങ് ഇങ്ങനെ വന്നേക്കുന്നത്. ആൻഡ് ഈ സോങ് പാടിയിരിക്കുന്ന ലെജൻഡറി സിംഗർ SPB സാറും അതുപോലെ തന്നെ ശ്വേതാ മോഹനുമാണ്. ഹാരിസ് ജയരാജിന്റെ മ്യൂസിക്കലി, കപിലാന്റെ ലിറിക്സിൽ അത് ഭയങ്കര ഒരു എന്താ പറയാ, ഇതിന്റെ മ്യൂസിക് സാധനങ്ങളൊക്കെ വേറെ ലെവലാണ്. നമുക്ക് നല്ല നേരെ സോങ് കിട്ടും. തുടങ്ങിയാലോ? റെഡിയല്ലേ? Composition. எம்மா காதல் பொன்னம்மா, நீ என்ன விட்டு போனதென்னம்மா, நெஞ்சுக்குள்ளே காயமாச்சம்மா, எம்பட்டாம்பூச்சி சாயம் போச்சம்மா. அடியானோட காதல் கைரேக போல, பெண்ணோட காதல் கை கூட்ட போல, கனவுக்குள்ளே அவள வச்சேனே, என் கண்ண ரெண்ட திருடி போனாளே, புல்லாங்குழல கையில் தந்தாளே, என் மூச்சு காத்த வாங்கி போனாளே. பொம்பளைய நம்பி கெட்டு போனவங்க ரொம்ப, அந்த வரிசையில் நானும் இப்ப கடைசியில் நின்னேன். முத்தெடுக்க போனா உன் மூச்சடங்கு தன்னா, காதல் முத்தெடுத்த பின்னால் மனம் பித்தமாகும் பெண்ணால். அவ கைய விட்டு தாம் போயாச்சு, கண்ணு ரெண்டுமே பொய்யாச்சு. காதல் என்பது வீண் பேச்சு, மனம் ஒன்னாலே புண்ணா போச்சு. காதல் பாத கல்லு முள்ளுடா, அத கடந்து போன ஆளே இல்லடா. காதல் ஒரு போத மாத்திர, அத போட்டுக்கிட்ட மூங்கில் யாத்திர. எம்மா காதல் பொன்னம்மா, நீ என்ன விட்டு போனதென்னம்மா, நெஞ்சுக்குள்ளே காயமாச்சும்மா, எம்பட்டாம்பூச்சி சாயம் போச்சம்மா.
ஓட்ட போட்ட மூங்கில் அது பாட்டு பாடக்கூடும், நெஞ்சில் ஓட்ட போட்ட பின்னும் மனம் ஒன்ன பத்தி பாடும். வந்து போனதாரு ஒரு நந்தவன தேரு, நம்பி நொந்து போனம்பாரு அவ பூ இல்ல நாரு. என்ன திட்டம் போட்டு நீ திருடாதே, எட்ட நின்னு நீ வருடாதே, கட்டு ரொம்ப போல் இருடாதே, மனம் தாங்காதே தாங்காதே. வானவில்லின் கோலம் நீயம்மா, எவ்வானம் தாண்டி போனதெங்கம்மா. காதல் இல்லா ஊரு எங்கடா, என்ன கண்ண கட்டி கூட்டி போங்கடா. எம்மா எம்மா காதல் பொன்னம்மா, நீ என்ன விட்டு போனதென்னம்மா. நெஞ்சுக்குள்ளே காயமாச்சம்மா, எம்பட்டாம் பூச்சி சாயம் போச்சம்மா. Great, great. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ SPB സാറിന്റെ അടിച്ചുപൊളി സോങ്സ് ആണ് കൂടുതൽ കേട്ടിരിക്കുന്നത്. അതായത് പക്ഷേ ഈ ഒരു മൂഡിലോട്ടോ നന്നായിട്ട് എന്താ പറയാ അദ്ദേഹം പക്ഷെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഈ ഒരു എന്താ പറയാ ജോണർ പാടുന്ന സമയത്ത്. പക്ഷെ എന്നാലും ഗംഭീര ഫീൽ ഉണ്ട് ആ ഒരു സംഭവത്തിൽ. അതായത് ആ വോയിസിന്റെ പെർഫെക്ഷൻ, അതിന്റെ കൂടെ ശ്വേതാ മോഹൻ ഇടക്കിടക്ക് ആ മൂളുന്നത്, ആ ഒരു ഹമ്മിങ് ഉണ്ടല്ലോ, അതും കേൾക്കുമ്പോൾ നല്ല രസമാണ്. ആ അതിന്റെ കൂടെ തന്നെ സൂര്യണ്ണൻ ആ ഒരു സീൻ വല്ലാണ്ട് നല്ല രസത്തിൽ ആ ബീറ്റിനനുസരിച്ച സ്റ്റെപ്സ് ഉള്ളത് നന്നായിട്ട് നമുക്കറിയാം. അത് പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ ആക്ടിങ് സ്കില്ലിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ സീനിലും അദ്ദേഹം സ്കോർ ചെയ്യുന്നുള്ളത്. പക്ഷേ എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ പറയില്ലേ ആ ഒരു ശോക സോങ് ആണ്, പക്ഷെ എന്നാലും അതിന്റെ ആ ഒരു ബീറ്റ് എനിക്ക് തോന്നുന്ന സൂര്യാണ്ണ വേണ്ടിട്ട് ആ ബീറ്റ് വരുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ ശ്രുതി ഹാസനെ നല്ല രസത്തിൽ കാണിക്കുന്നുണ്ട്, ഭംഗി ഭയങ്കര എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ പടത്തിൽ മൊത്തമുണ്ട്. പിന്നെ അത് കൂടാണ്ട് ആ ഒരു ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്തത് നല്ല രസം, ആ ഒരു സെറ്റ് ഇട്ടത്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഹാരിസ് ജയരാജൻ ആ ഒരു മ്യൂസിക് ഡയറക്ടറുടെ മാജിക് എന്ന് തന്നെ പറയണം. കാരണം ആ ഒരു ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള താളത്തിൽ ഇങ്ങനെ ഇട്ടു ആ ഒരു സാധനത്തില്ലേ, പെട്ടെന്ന് ആ ഒരു സാധനം വരുന്നില്ല മറ്റേത്, അതെന്താ സാധനല്ലേ. പക്ഷെ അതിനകത്ത് നമ്മളെ ഞാൻ കുറെ വട്ടം റീൽസിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു പാട്ടിലാണ് ആ സാധനം വരുന്നത് എന്നുള്ളത് ഇല്ല കത്തില്ല. അത് മാത്രല്ല, പക്ഷെ ഈ പാട്ടിന്റെ അകത്ത് ആ സാധനം വരുമ്പോ ഇല്ലേ വേറെ തലത്തിലോട്ട് കൊണ്ടുപോകും നമ്മളെ, പെട്ടെന്ന് തന്നെ ഒരു സംഭവം വരും. ശരിക്കും ഇതിന്റെ ലിറിക്സ് എന്ന് പറയുന്നത് അത് വേറെ ലെവൽ ലിറിക്സ്. കാരണം കപില എന്ന് പറഞ്ഞ ലിറിക്സിസ്റ്റ് ആണ് ഭയങ്കര. അത് പ്രത്യേകിച്ച് നമ്മളിപ്പോ അത് കോമഡി ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോയ ആൾക്കാരൊക്കെ അറിയാൻ പറ്റും അതിന്റെ പെയിൻ എന്താണെന്ന്. അതിനകത്ത് ആ ഒരു ലൈൻ ഭയങ്കര രസമുണ്ട്. അതായത് കുറെ ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട്, ആ ഒരു വരിയിൽ ഞാനിപ്പോ നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഡയലോഗ്. ആ ലൈൻ ബ്രേക്കപ്പ് സമയത്തൊക്കെ എടുത്ത് എനിക്കൊന്ന് ആ സമയത്ത് കുറെ സ്റ്റാറ്റസുകൾ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് വാട്സപ്പൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു തോന്നുന്നു. അതിന് ശേഷമാണെന്ന് അറിയില്ല. പക്ഷെ കാരണം ഈ പാട്ട് എപ്പോഴും ഓടുന്ന സാധനമാണ്, ഇപ്പോഴും നമ്മൾ റീൽസിലൊക്കെ ആ ഒരു മ്യൂസിക് എപ്പോഴും ഉണ്ടാവാറില്ല. നമ്മൾ തന്നെ റീൽസ് ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും എന്താ പറയാന്ന് വെച്ചാൽ ഇതിനകത്ത് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അത് തന്നെ എടുത്തു പറയേണ്ടത്. പിന്നെ അതിന്റെ ലിറിക്സിന്റെ മീനിങ്, അതായത് ആ ഒരു ഫുള്ള് പെയിന് പറഞ്ഞു തീർത്തിട്ടുണ്ട് ആ സോങ്ങില്. അതായത് ഏകദേശം മറ്റേതാണ് ഉടഞ്ഞു പൊട്ടിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. കായം ഉണ്ടെന്നുള്ള രീതിയിൽ വല്ലാണ്ട് മുറിവാണ് കായം പറഞ്ഞിട്ട് എനിക്കറിയുന്ന കായം ആ കായല്ല, എനിക്ക് എന്റെ അറിവിൽ അങ്ങനെയാണ് കേട്ടോ. അതായത് മുറിവെന്നാന്ന് തോന്നുന്നു. എന്തോ കൊട്ടത്തേറ്റ് പറഞ്ഞില്ലേ, അറിയുന്നതേ പറയാൻ പറ്റില്ല. തമിഴ് അങ്ങനെ ഭയങ്കര അരച്ച് കളിച്ച് കുടിച്ചാളൊന്നല്ല, പക്ഷെ തമിഴ് സംസാരിക്കും, അത് വേറെ കാര്യം. അപ്പൊ എന്തായാലും കായം മീനിങ് അറിയാവുന്നവരൊന്ന് പറഞ്ഞുതരാം. നമ്മളെ സാമ്പാർ കായം മാത്രമേ എനിക്കറിയുള്ളൂ. കായം എന്ന് പറയുന്നത് മറ്റേ മുറിവാണെന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് എന്റെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കി എന്നാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത്. യെസ്. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് സീനിൽ കാണാം എന്താ. പക്ഷെ ഇതിനകത്ത് എന്നോട് ഒരു കാര്യം കൂടി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൂവി കാണുന്ന സമയത്ത് ഈ ഒരു അത് അടുത്ത സീനിൽ പറയേണ്ട കാര്യമാണ്, ഇപ്പല്ല അടുത്ത സീനിൽ പറയാം. അപ്പൊ അത്രേ ഉള്ളൂ.